തിരുവനന്തപുരത്ത് ആര്യനാട് സ്കൂൾ ബസ് മരത്തിലിടിച്ചു കയറി അപകടത്തിൽ 12ഓളം വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു എന്ന വാർത്ത പുറത്തുവരികയാണ്. ആര്യനാട് കൈരളി വിദ്യാഭവൻ സ്കൂളിലെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടതെന്ന് മനസ്സിലാകുന്നു. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അർജുൻ രാജ് ചേരുന്നുണ്ട്. അർജുൻ, എപ്പോഴായിരുന്നു അപകടം? എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? ഗൗതം, വൈകിട്ട് സ്കൂൾ വിട്ട കുട്ടികളെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. വലിയ അപകടമല്ല, ചെറിയ രീതിയിലുള്ള പരിക്കാണ് കുട്ടികൾക്ക് ഉള്ളത്. നിയന്ത്രണം വിട്ട് ഈ ബസ് ഒരു മരത്തിൽ ഇടിച്ച് നിൽക്കുകയാണ് ഉണ്ടായത്. ആര്യനാടാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത്. 12 വിദ്യാർത്ഥികൾക്ക് ചെറിയ രീതിയിലുള്ള പരിക്കാണ് ഉള്ളത്. കൈരളി വിദ്യാഭവൻ സ്കൂളിലെ വിദ്യാർത്ഥികളാണ്, ചെറിയ കുട്ടികളാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ഈ മരത്തിലിടിച്ച ആഘാതത്തിൽ പരസ്പരം കൂട്ടിയിടിച്ചും വശത്തെ സീറ്റിലിടിച്ചുമാണ് കുട്ടികൾക്ക് പരിക്കേറ്റുള്ളത്. എല്ലാവരെയും ഇപ്പോൾ ആര്യനാട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഈ അപകടത്തിന്റെ കാരണം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. കാരണം ഒരു ഉയരമുള്ള ചെറിയ കയറ്റമുള്ള വഴിയിലൂടെ വണ്ടി പോവുകയായിരുന്നു. പെട്ടെന്ന് വലതുവശത്തേക്ക് നിയന്ത്രണം തെറ്റിയാണ് ഈ വാഹനത്തിലേക്ക് ഇടിച്ചത്. എന്താണ് ഈ ഇത്തരത്തിൽ നിയന്ത്രണം തെറ്റാനുള്ള കാരണമെന്ന് മനസ്സിലായിട്ടില്ല. ഡ്രൈവർക്കും ചെറിയ രീതിയിലുള്ള പരിക്ക്. ആരുടെയും നില ഗുരുതരമല്ല. ചെറിയ പ്രാഥമികമായിട്ടുള്ള ശുശ്രൂഷകളാണ് ഇപ്പോൾ നടത്തുന്നത്. ആര്യനാട് ആശുപത്രിയിൽ ഈ വിദ്യാർത്ഥികളെയും ഡ്രൈവറെയും ഇപ്പോൾ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ശരി, തിരുവനന്തപുരത്ത് നിന്നും അർജുൻ രാജാണ് വിശദാംശങ്ങൾ നൽകിയത്.